പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാനില്ലെന്ന പരാതിയുമായി UDF. സെക്രട്ടറി റിജുലാൽ ഒരാഴ്ചയായി പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നില്ല. ഓഫീസ് ഫോണും പേഴ്സണൽ നമ്പറും സ്വിച്ച് ഓഫുമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് UDF പരാതിപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് CPM പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് UDFന്റെ ആരോപണം. ഒന്ന് കേട്ടുവരാം. നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CPM കിഡ്നാപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ CPMന് വശംവദനായി അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുകയാണെന്ന് മനസ്സിലാവുന്നില്ല. ഓഫീസിലെ കാര്യങ്ങൾ പോലും നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിക്കോ യൂണിറ്റ് സൂപ്രണ്ടിനോ സെക്രട്ടറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. മറ്റു പല നമ്പറുകളിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റേഴ്സിന് നിർദ്ദേശം കൊടുത്തത്. അത് ആരുടെ നമ്പറാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ ഞങ്ങൾ അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ആണെന്നായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം സർക്കാരിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന മെസ്സേജ് പോലും കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തത് അവിടെ ഹിയറിംഗിന് ഹാജരായി രേഖകൾ സമർപ്പിച്ചിട്ടും വോട്ടർമാരെ ചേർക്കുന്നില്ല. ഇവിടെ വാർഡ് ബൗണ്ടറിക്ക് അപ്പുറത്തുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള വാർഡുകളിലേക്ക് വോട്ട് ചേർക്കാനുള്ള അപേക്ഷ തയ്യാറാക്കുകയാണ്. സാനിയ മുനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയ മുനോമി, പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാതായിട്ട് ഒരാഴ്ചയോ? ഈ സമ്മർദ്ദം മൂലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുകയാണോ? പക്ഷേ അങ്ങനെയാണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാതായി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് പറയുന്നത് CPMകാർ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നാണ്. അവിടെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ റിജുലാലിന് സമ്മർദ്ദം താങ്ങാനാവാതെ എങ്ങോട്ടെങ്കിലും പോയതാണോ? എന്താ നമുക്ക് ലഭിക്കുന്ന വിവരം സാനിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. റിജുലാൽ ഒരാഴ്ചയായി ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നില്ല എന്നാണ് UDFന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രദേശത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കുറച്ചു ദിവസമായി പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നില്ല എന്നുള്ള കാര്യം ശരിയുമാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറിലും അതുപോലെ ഒഫീഷ്യൽ നമ്പറിലും രണ്ടിലും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. വാട്സാപ്പിലടക്കം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു പ്രതികരണവുമില്ല. രണ്ട് നമ്പറും സ്വിച്ച്. അദ്ദേഹത്തെ ആ നമ്പറിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ UDF പറയുന്നത് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ, ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഇദ്ദേഹം ഉണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ക്ലർക്ക് അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയി ഫയലുകൾ അവിടെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. മാറി നിൽക്കുകയാണ്. കാരണം തങ്ങൾ കൊടുത്ത പരാതി, വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ച് തങ്ങൾ കൊടുത്ത പരാതി പരിഗണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി മാറി നിൽക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് UDF ഉയർത്തുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും UDFന്റേത് സ്വീകരിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് CPM പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല UDF പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ച് റിജുലാൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നും UDF ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF. ഒരു കാര്യങ്ങളും, അതായത് പഞ്ചായത്തിലെ ഒരു നടപടിക്രമങ്ങളും സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല എന്ന് കൂടിയാണ് പറയാനുള്ളത്. അവർക്ക് രണ്ടാമത്തെ തവണ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സമയം അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് സെക്രട്ടറിയെ കാണാതായത്. കാരണം കൂടുതൽ UDFകാരുടെ പേര് വോട്ടർ പട്ടികയിൽ അനുവദിക്കാനായി അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷകളൊന്നും പരിഗണിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാറി നിൽക്കുന്നതാണോ എന്നാണ് UDFന്റെ ചോദ്യം. ഓക്കെ, അല്ലാതെ എന്താണ് പറയുക, ഒരു പഞ്ചായത്ത് സെക്രട്ടറി അയാളെ കാണാനില്ല എന്നാണ്. സമ്മർദ്ദം കാരണം വിട്ടുപോയതാണോ എന്നറിയില്ല. എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ.